ഹായ് വ്യൂവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ റൈസിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഗീ റൈസ് നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്നൊരു ഗീ റൈസ് ഉച്ചയ്ക്ക് ലഞ്ചിന് ഗീ റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം, അതിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് നോക്കാം. അപ്പോൾ ഗീ റൈസ് ആകുമ്പോൾ നമുക്ക് ഗീ ആണ് അതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഗീ നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ ഗീ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ റൈസിനനുസരിച്ച് ഗീ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ എത്രയും റൈസ് ഇടും. ഞാനിപ്പോൾ 2 ഗ്ലാസ് റൈസ് എടുത്തേക്കണേ, മറ്റേ റോസ് ബ്രാൻഡ് ചെറിയ ബിരിയാണി റൈസ്. അപ്പോൾ അതിന് 2 സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സർവ്വസുഗന്ധിയുടെ ഇല കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ ഉള്ളതാണ്, അതുകൊണ്ട് ഞാനത് എടുത്തപ്പോൾ എല്ലാത്തിൻ്റെയും ഫ്ലേവറിൽ കിട്ടും. പിന്നെ സെപ്പറേറ്റായിട്ട് നമ്മളെല്ലാ മസാലകളും ചേർക്കുന്നുണ്ട്. ഒരു 4-5 ഗ്രാമ്പുണ്ട്, വലിയ ഏലക്കയുണ്ട്, പിന്നെ ജാവിത്രിയുടെ ഒരു ചെറിയ 1-2 പീസ് കേട്ടോ. പിന്നെ ഒരു 5-10 കുരുമുളക്, 2 ഏലക്ക, പട്ട, പിന്നെ ജീരകവും പെരുംജീരകവും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു അര ടീസ്പൂൺ കഷ്ടി ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരുപാട് ഇടുന്നില്ല, ബിരിയാണിയിൽ ഇടുന്ന പോലെ ഇതിലിടുന്നില്ല. ബിരിയാണിയിൽ കുറച്ചും കൂടി കൂടുതലിടും, ഇതിൽ ഞാൻ ഇത്ര ഇടുന്നുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇലയും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ല മണം വരട്ടെ, എന്നിട്ട് നമുക്ക് അരിയിട്ട് കൊടുക്കാം. പിന്നെ ഗീ റൈസ് പലരും പല രീതിയിലാണ് ഉണ്ടാക്കുക കേട്ടോ. അതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്, വ്യത്യാസം ഉണ്ടാവും ഓരോരുത്തരുടെയും പ്രിപ്പറേഷൻ. നമുക്കിനി അരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അരി ഞാൻ കഴുകി കുതിർത്തി 2 ഗ്ലാസ് അരി എടുത്തിട്ട് കഴുകി കുതിർത്തി വെച്ചേക്കണതാണ്, ഊറ്റി വെച്ചേക്കണത്. ഇതിനൊന്ന് നന്നായിട്ടൊന്ന് രീതിയിലൊന്ന് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് എപ്പോഴും നമ്മൾ ഉപ്പ് ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികമായി കഴിഞ്ഞാൽ നന്നാവില്ല. നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഉപ്പിൻ്റെ അളവ്. വെള്ളം ഞാൻ ഓൾറെഡി ഒരു 3/4 ഭാഗം ബോയിലാക്കി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഗ്ലാസ്സിനാണ് റൈസ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് 2 ഗ്ലാസ് റൈസ് എടുത്തേക്കണതിന് നമ്മൾ 4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഒഴിച്ചാൽ കുഴപ്പമില്ല കേട്ടോ. കൂടുതലാവാൻ പാടില്ല, കൂടുതലായ വല്ലാതെ വെന്ത് പോകും അരി. പിന്നെ വേണമെങ്കിൽ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതി. ഒരു 3-3/4 ഗ്ലാസ്സേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. കുറച്ച് കുറവ് ഒഴിക്കണതാണ് നല്ലത് എപ്പോഴും. അപ്പം ഇതിൽ ഈ വെള്ളത്തിൽ ഇനി ഉപ്പ് നോക്കിയാൽ നമുക്ക് കറക്റ്റ് അറിയാം. കുറച്ച് മുന്നേ നിൽക്കണം ഉപ്പ് വെള്ളത്തിൽ, അപ്പോൾ അരിയിൽ പിടിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. ഇതിൽ ഉപ്പ് പാകമാണ് കേട്ടോ, നമ്മളിട്ട ഉപ്പ് പാകമാണ്. നമുക്ക് ഇനി ഒന്ന് തീ ആദ്യം തിള വരുന്ന വരെ തീ ഒന്ന് കൂട്ടി കൊടുക്കാം. തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെച്ചിട്ട് വേവിക്കണം. തീ കൂട്ടി വെച്ചിട്ടുണ്ട് ഞാൻ. തിള വരുമ്പോൾ നമുക്ക് കുറച്ച് കൊടുക്കാം. തടച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഈ വെള്ളമൊക്കെ വെച്ച് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ റൈസിന് ഭയങ്കര ഫ്ലേവറാണ്, നല്ല മണമുള്ള റൈസാണ് ഈ റോസ് ബ്രാൻഡിൻ്റെ. നല്ല സൂപ്പറായിട്ട് കറക്റ്റ് വെള്ളമൊക്കെ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് സാധനം കൂടി ഇതിലിട്ട് കൊടുക്കണം. നമ്മളത് ഉള്ളിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അണ്ടിപ്പരിപ്പ്, മുന്തിരി. അപ്പോൾ അത് കുറച്ച് നമ്മൾക്ക് ഇതിലിട്ട് കൊടുക്കാം, കുറച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വയ്ക്കാം. ഇതിനൊന്ന് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഗീ റൈസ് ആകുമ്പോൾ ഗീയുടെ ഫ്ലേവർ നല്ലോണം വേണം. നമ്മളിതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും ഇട്ടില്ല കേട്ടോ. സിമ്പിളായിട്ട് ഇതിപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ് കേട്ടോ. നമ്മൾ ആ ഗരം മസാലയും ഈ ഉള്ളി വറുത്തെടുക്കണതിൻ്റെ ഒരു
കുറച്ചൊരു ടൈം എടുക്കും. അത് ഞാൻ മുന്നേ വറുത്ത് വെച്ചിരുന്നു, അതുകൊണ്ടാണ് അത് കാണിക്കാൻ. മുന്നേ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മളിത് ഓഫാക്കുകയാണ് തീയെ. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരേക്കും ഓക്കെ, ബൈ.